ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ മനുഷ്യനും വ്യത്യസ്തമായ രീതിയിലാണല്ലോ ജീവിതത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ അതിനകത്തെ പ്രവർത്തനത്തിനും വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ഏത് കാര്യം ചെയ്താലും അതിനകത്ത് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പക്ഷേ ഏത് ആറ്റിറ്റ്യൂഡിലാണത് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനം. ചില വ്യക്തികളെ സംബന്ധിച്ച് ഏത് സാഹചര്യത്തിലും എത്ര പ്രായമായാലും ഒക്കെ തന്നെ ലൈംഗികത ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ചില സ്ത്രീകളെ സംബന്ധിച്ച് രണ്ടാമത്തെ പ്രാവശ്യത്തെ രതിമൂർച്ചയാണ് കൂടുതൽ സംതൃപ്തി നൽകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നൊന്ന് നോക്കിയാലോ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിന് കൊടുക്കുന്ന പ്രാധാന്യം തികച്ചും വ്യക്തിപരമാണ്. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ലൈംഗികതയിൽ ഏത് തരത്തിലുള്ള എക്സ്പീരിയൻസാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹാബിറ്റ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ സാഹചര്യം എത്ര മാറിയാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളൊക്കെ അവരുടെ മനസ്സിൽ കിടപ്പുണ്ട്. ചിലരെ സംബന്ധിച്ച് അവർക്കിതിനകത്ത് നല്ല താല്പര്യമുള്ള പങ്കാളികളെ ആയിരിക്കും കിട്ടുന്നത്. അവരതിനു വേണ്ടി സമയം കണ്ടെത്തുന്നു, സാഹചര്യം സൃഷ്ടിക്കുന്നു, അതുപോലെ തന്നെ ആകർഷണം കൂട്ടുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാനും കേൾക്കാനും പറയാനും ഒക്കെ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ഫാൻറ്റസികളുണ്ടല്ലോ, അത് പങ്കാളിയായിട്ട് ഷെയർ ചെയ്ത് ആസ്വദിക്കുന്നു. ഇപ്പം നമ്മൾ ഈ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറയുന്നെങ്കിലും ചില വ്യക്തികളെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഏത് കാര്യത്തിനകത്താണെങ്കിലും പൂർണ്ണമായിട്ടുള്ളൊരു സംതൃപ്തി കിട്ടണമെങ്കിൽ അവരുടേതായ ചില രീതിയിൽ അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പങ്കാളിയോട് നല്ല സ്നേഹമുണ്ട്, ഷെയറിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പങ്കാളിയായിട്ട് ചെയ്തതിന് ശേഷം അവരുടേതായ രീതിയിൽ ചില ക്രിയകൾ ചെയ്തെങ്കിലേ പൂർണ്ണമായ സംതൃപ്തി കിട്ടത്തുള്ളൂ. ഒരു പക്ഷേ പങ്കാളി ഉറങ്ങിയതിന് ശേഷമായിരിക്കാം അവരിത് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് അവർക്ക് അവരുടേതായ ചില സ്വകാര്യ ചിന്തകളുണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്, രീതികളുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ഏതെങ്കിലും ഒരു സ്വഭാവ രീതി പോസിറ്റീവായിട്ടുള്ള ഒരു ആനന്ദം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, മാത്രമല്ല മനസ്സിൻ്റെ വൈകാരിക തലത്തിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹാബിറ്റായിട്ട് മാറും. അപ്പം വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ത്രില്ലോട് കൂടി ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ രഹസ്യം. അപ്പോൾ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ത്രില്ലുണ്ടാക്കുന്ന ഏതോ ഒരു കാര്യം അവർ സ്വയം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപക്ഷെ പങ്കാളിയോട് തുറന്നു പറയാൻ പറ്റുന്ന രീതി ആയിരിക്കണമെന്നുമില്ല. ചിലർക്ക് ഈ സമയത്ത് സ്ട്രോക്ക് കിട്ടേണ്ട ഭാഗത്ത് കുറച്ച് ഹാർഡായിട്ട് വേണം, അതിനകത്ത് തന്നെ ഒരു അറ്റൻഷൻ വേണം. അതല്ലെങ്കിൽ വളരെ ഏകാഗ്രമായി അവർ സങ്കല്പിക്കുന്ന ഒരു സാഹചര്യം വേണം. ചിലർക്ക് തീവ്രമായ പ്രൈവസി വേണം. ചിലർക്ക് ഈ സമയത്ത് ഉപബോധ മനസ്സിൽ കിടക്കുന്ന ചില വാക്കുകൾ അവ്യക്തമായി പറയേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അറിയാതെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന പല ഹോർമോൺസും ഉണ്ട്. ഇത് സന്തോഷത്തിൻ്റെ ആണെങ്കിൽ വീണ്ടും അത് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വിഭാഗത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പങ്കാളിയായിട്ട് ബന്ധപ്പെടുമ്പോൾ കുറച്ചൊക്കെ സംതൃപ്തി കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാൽ അതിനൊരു പൂർണ്ണമായ സംതൃപ്തിയില്ല. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താണോ അതാണ് നമ്മുടെ ഫിസിക്കൽ ബോഡിയിലും മെൻ്റൽ ബോഡിയിലും കൂടുതലായിട്ട് സ്വാധീനം ചെലുത്തുന്നത്. അതിനകത്ത് ഓരോരുത്തരുടെയും ചില ഇഷ്ടങ്ങളുണ്ട്, ചില ഹാബിറ്റുകളുണ്ട്, ചില സ്വഭാവ രീതികളുണ്ട്, ചില സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരു കാര്യം എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിന് കാരണമാണ്. ഇപ്പോൾ 2 പ്രാവശ്യം ഓർഗാസം എന്നൊരു ഹാബിറ്റാണുള്ളതെങ്കിൽ അങ്ങനെ ചെയ്തെങ്കിലേ ഒരു സംതൃപ്തി കിട്ടത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒന്നും ഒരു ദിവസം കൊണ്ടുണ്ടായി വരുന്നതല്ല. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ളവരെ നോക്കിയാൽ മതി. എന്നുവെച്ചാൽ ചിലർക്ക് ഇതിനോട് ഒട്ടും താല്പര്യമില്ല, ഒരു പ്രാവശ്യം പോലും വേണമെന്നില്ല. കാരണം അവർക്കിതിനകത്തുനിന്ന് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് നെഗറ്റീവായിരിക്കും, അതല്ലെങ്കിൽ അത്ര രസകരമായിരിക്കണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സമയത്ത് മനസ്സ് കുറച്ച് വേറിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും താല്പര്യം കുറഞ്ഞു വരും. എന്നാൽ കുറച്ച് വ്യത്യസ്തമായ രീതി ചെയ്യുന്നവരെ സംബന്ധിച്ച് താല്പര്യം കൂടുതലായിരിക്കും. ഇപ്പം നമ്മൾ ഏത് കാര്യമാണെങ്കിലും അത് സ്വയം ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനകത്തൊരു സന്തോഷം ഉണ്ടാകും, സംതൃപ്തി ഉണ്ടാകും, ആത്മവിശ്വാസം ഉണ്ടാകും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.